വെൽക്കം ഓൾ ഓഫ് യു. അപ്പോൾ എല്ലാവർക്കും ഇൻകം ടാക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എന്ന് പറയുമ്പോൾ ഈ ഒരു ടേം നമ്മുടെ അക്കൗണ്ടിങ്ങിലൊക്കെ സർവ്വസാധാരണമായിട്ട് കേട്ട് പഴകിച്ചൊരു ടേമാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ റെസിപ്റ്റ്, റവന്യൂ എക്സ്പെൻഡിച്ചർ, റവന്യൂ റെസിപ്റ്റ്, അല്ലേ? അപ്പോൾ ഇതിനെ തിരിച്ചറിയുക എന്നുള്ളത് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അതെന്താണെന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാം. അപ്പോൾ അതിന് മുന്നേ എളുപ്പത്തിൽ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ഒരു പിക്ചർ എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് എന്താണ് ഇതൊക്കെ എന്നുള്ള ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അതിന് ശേഷം അതിൻ്റെ ടാക്സ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ കൊണ്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, നോക്കുക. നമുക്ക് അക്കൗണ്ടിൻ്റെ ഒരു നാച്ചർ നോക്കുകയാണെങ്കിൽ നാച്ചർ ഓഫ് അക്കൗണ്ട് നമുക്ക് ക്യാപിറ്റൽ നാച്ചർ, റവന്യൂ നാച്ചറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ക്യാപിറ്റൽ നാച്ചർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? ഒരു ദീർഘകാല സ്വഭാവം കാണിക്കുന്നത്, ലോങ് ടേം. ഇപ്പോൾ നിങ്ങൾ ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് ആവശ്യമായിട്ടുള്ള മെഷീനറി, ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യണം. അപ്പോൾ അത് ഒരു ലോങ് ടേം ആവശ്യത്തിനാണ് പർച്ചേസ് ചെയ്യുന്നത്. അതിനൊരു ക്യാപിറ്റൽ നാച്ചറായിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ മെഷീനറി വിൽക്കുകയാണ്, അല്ലേ? അപ്പോൾ അസറ്റ് വാങ്ങുക, വിൽക്കുക എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഒരു ക്യാപിറ്റൽ നാച്ചറിൽ വരുന്ന സംഭവമാണ്. എന്നാൽ റവന്യൂ നാച്ചർ എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഒരു ദൈനംദിനമായിട്ട് ബന്ധപ്പെട്ട ഇടപാടുകളാണ്. ഡേ ടു ഡേ ഓപ്പറേഷൻസായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുക, മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക, ഇപ്പോൾ റെൻറ്റ് കൊടുക്കുക, സാലറി കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു ചെറിയ പീരീഡിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റൂട്ടീനായിട്ടുള്ള ഒരു റെക്കറിങ് നാച്ചുറൽ, ആവർത്തിക്കപ്പെടുന്നത്, ആ സ്വഭാവം കാണിക്കുന്നതൊക്കെ റവന്യൂ നാച്ചർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ക്യാപിറ്റൽ നാച്ചർ, റവന്യൂ നാച്ചറും അക്കൗണ്ട്സിൻ്റെ ഒരു സ്വഭാവത്തിനനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുക. ഈ ക്യാപിറ്റൽ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും ക്യാപിറ്റൽ റെസിപ്റ്റ് എന്നും പറയും. അതുപോലെ തന്നെ റവന്യൂ റെസിപ്റ്റ് ഉണ്ടാവാം, റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ടാവും. ഓക്കെ, ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ പറഞ്ഞ ക്യാപിറ്റലിൻ്റെ സ്വഭാവം എന്താണ്? ക്യാപിറ്റൽ നാച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീർഘകാല സ്വഭാവം കാണിക്കുന്നതാണ്. ഇപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പർച്ചേസ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പർച്ചേസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി, പിന്നെ അതുപോലെ ബാഡ് ഡെറ്റ്സ് റിട്ടേൺ ഓഫ്, ഇതൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണോ. പിന്നെ ക്യാപിറ്റൽ റെസിപ്റ്റ് പറഞ്ഞാൽ നമുക്കുള്ള വരുമാനമാണല്ലോ, അല്ലേ? ഇപ്പോൾ സെയിൽ ഓഫ് ടെക്നിക്കൽ നോ ഹൗ, നമ്മുടെ സാങ്കേതിക വിദ്യ നമ്മൾ വിൽക്കുകയാണ്. അത്തരത്തിൽ നമുക്ക് കിട്ടുന്ന വരുമാനമൊക്കെ ക്യാപിറ്റൽ റെസിപ്റ്റായിട്ടാണ് പറയുക. ഇപ്പോൾ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയത്തിന് ഷെയർ ഇഷ്യൂ ചെയ്യാണ്. അപ്പോൾ ഒരു വരുമാനമാണല്ലോ. ആ വരുമാനം നമ്മൾ ഒരു ക്യാപിറ്റൽ റെസിപ്റ്റായിട്ടാണ് പറയുക. അപ്പോൾ ഇങ്ങനെ ക്യാപിറ്റൽ റെസിപ്റ്റും അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഉണ്ടാവാം. ദെൻ അതുപോലെ റവന്യൂ റെസിപ്റ്റ്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നു, റെൻറ്റ് കിട്ടുന്നു, ഇപ്പോൾ സെയിൽസ് ടാക്സ്, നിങ്ങൾ കളക്ട് ചെയ്യുന്ന സെയിൽസ് ടാക്സ്, ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് എന്താണ്? റവന്യൂ റെസിപ്റ്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ റവന്യൂ എക്സ്പെൻസ് ഉണ്ട്. ഇപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് നമ്മൾ പറഞ്ഞു, ഗുഡ്സ് പർച്ചേസ്ഡ് എന്ന്, അല്ലേ? അതുപോലെ നിങ്ങൾ പെയ്ഡ് റെൻറ്റ്, പെയ്ഡ് സാലറി, പെയ്ഡ് കമ്മീഷൻ, ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ ഏകദേശം ഒരു ധാരണയായല്ലോ എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതുപോലെ തന്നെ ക്യാപിറ്റൽ റെസിപ്റ്റ്, എന്താണ് റവന്യൂ റെസിപ്റ്റ്, റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇനി ഈ കാര്യങ്ങളൊക്കെ, ഇപ്പോൾ 4 കാര്യങ്ങൾ പറഞ്ഞു, ഇതൊക്കെ നമ്മൾക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയൽ അത്യാവശ്യമാണ്. അതായത് ഒരു ട്രാൻസാക്ഷൻ കാണുമ്പോൾ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണോ അതോ റവന്യൂ എക്സ്പെൻഡിച്ചറാണോ, അതല്ല അതൊരു ക്യാപിറ്റൽ റെസിപ്റ്റാണോ, ഒരു വരുമാനം വരികയാണെങ്കിൽ അത് ക്യാപിറ്റൽ റെസിപ്റ്റാണോ റവന്യൂ റെസിപ്റ്റാണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻ. ഇനി നമ്മൾ പറയുന്നത് ഇതിൻ്റെ ടാക്സ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുകയാണ്. ഇപ്പോൾ റെസിപ്റ്റിനൊക്കെ നമ്മൾ ടാക്സബിളാണ്. അത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആയാലും റവന്യൂ റെസിപ്റ്റ് ആയാലൊക്കെ അതെന്താണ്? ടാക്സബിളാണ്. ഓക്കെ, ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ റെസിപ്റ്റ് ആയാലും റവന്യൂ റെസിപ്റ്റൊക്കെ എന്താണ്? നമ്മൾ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥമാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസ് ഉണ്ടാവും, അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും.
റവന്യൂ എക്സ്പെൻഡിച്ചർ നമുക്ക് എന്താണ്, ഡിഡക്റ്റബിളാണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ ഡിഡക്റ്റ് ചെയ്യാം. എന്നാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യാൻ പറ്റില്ല, ടാക്സിൽ ഡിഡക്റ്റബിൾ അല്ല. അപ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ട്രാൻസാക്ഷൻ വരുമ്പോൾ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ ബിൽഡിങ് പർച്ചേസ് ചെയ്ത് നിങ്ങളൊരു 1 കോടിൻ്റെ ബിൽഡിംഗ് ആണ് എന്താണ് കൺസ്ട്രക്ട് ചെയ്യണത്, അല്ലെങ്കിൽ എന്താണ് പർച്ചേസ് ചെയ്യണമായിരിക്കും. അപ്പോൾ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളുടെ വരുമാനത്തിൽ ഉണ്ടാക്കിയ വരുമാനത്തിന് 1 കോടിയാണ് കുറയ്ക്കാൻ നിന്നാൽ എന്താവും സ്ഥിതി? അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്തല്ല, ഡിഡക്റ്റബിൾ അല്ല. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ്, ടാക്സിൽ നിന്ന് ഡിഡക്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളെന്താണ്, ഏത് എക്സ്പെൻഡിച്ചറാണ് എന്നുള്ളതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അപ്പോൾ ഇതാണ് നാച്ചർ ഓഫ് അക്കൗണ്ടിൽ നമ്മൾ ടാക്സ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പറയുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയ്ക്ക് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ. ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആർ ടാക്സബിൾ, ബട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആർ നോട്ട് ഡിഡക്റ്റബിൾ. ഓക്കെ. ദെൻ മറ്റൊരു പോയിന്റ്, റവന്യൂ റെസിപ്റ്റ്സ് ആർ ടാക്സബിൾ. അപ്പോൾ രണ്ടും ടാക്സബിളാണ്, ക്യാപിറ്റൽ റെസിപ്റ്റും റവന്യൂ റെസിപ്റ്റും ടാക്സബിളാണ്. ബട്ട് റവന്യൂ എക്സ്പെൻഡിച്ചർ ആർ ഡിഡക്റ്റബിൾ. അപ്പോൾ ഇവിടെ ബട്ട് വേണ്ട കേട്ടോ. ആൾസോ റവന്യൂ എക്സ്പെൻഡിച്ചർ ആർ ഡിഡക്റ്റബിൾ. ഓക്കെ. ഇനി എന്താണ് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ? അഥവാ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും, എനി എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ടു അക്വയർ എ ഫിക്സഡ് അസറ്റ് ഓർ ഇറ്റ്സ് ഇൻസ്റ്റലേഷൻ എക്സ്പെൻസസ് ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഒരു ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുക, അത് ഇൻസ്റ്റാൾ ചെയ്യുക, ബിസിനസ് സ്ഥാപനത്തിൽ കൊണ്ടിട്ട് വന്നിട്ട് എന്താണ് സ്റ്റഡിയാക്കി നിർത്തുക, അതായിട്ട് ബന്ധപ്പെട്ട ചിലവൊക്കെ അതിൽ വരും, ഇൻസ്റ്റാളേഷൻ കോസ്റ്റ്. ഇതൊക്കെ എന്താണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. എനി എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ടു ബൈ ഗുഡ്സ് ഫോർ റീസെയിൽ പർപ്പസിന് വേണ്ടിയിട്ട്, നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങുക, അതാണ് മെറ്റീരിയൽ കോസ്റ്റ് എന്നൊക്കെ പറയുന്ന സംഭവം. അതാണ് ഈസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇറ്റ് ഈസ് ഇൻകേർഡ് ഇൻ ദി നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് ആസ് എ റൂട്ടീൻ ബിസിനസ് എക്സ്പെൻഡിച്ചർ. ഇതിവിടെ ശ്രദ്ധിക്കണം. അതാണ് റവന്യൂ എക്സ്പെൻസിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അതൊരു നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റിയാണ്. അതോടൊപ്പം തന്നെ അത് റൂട്ടീൻ ബിസിനസ് എക്സ്പെൻഡിച്ചറാണ്. അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും, റെക്കറിങ് നാച്ചുറാണ്. ഇപ്പോൾ ഒരു മെഷീനറി പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ട് നിൽക്കില്ല. ഓരോ മാസവും നമ്മളിങ്ങനെ ഓരോ പുതിയ മെഷീനറി വാങ്ങാൻ നിൽക്കില്ല, അല്ലെങ്കിൽ പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കില്ല. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു നാച്ചർ അതാണ്, അത് നോൺ റെക്കറിങ് നാച്ചറാണ്. ഓക്കെ. ഇത് നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് കുറച്ച് എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ കോസ്റ്റ് ഓഫ് റീകൺസ്ട്രക്റ്റിംഗ്, റീഫർണിഷിങ് എക്സെട്ര ഓഫ് എ ബിൽഡിംഗ്. ഒരു ബിസിനസ് ബിൽഡിംഗ് അതിൻ്റെ റീകൺസ്ട്രക്ഷൻ, അത് പർച്ചേസ് ചെയ്യാൻ ഓഫ് കോഴ്സ് അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്, അല്ലെങ്കിൽ അത് ഉണ്ടാക്കുക എന്ന് പറയുന്നതൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അതിൻ്റെ റീകൺസ്ട്രക്റ്റിങ്ങും റീഫർണിഷിംഗ് ഒക്കെ എന്താണ് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും. എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ കണക്ഷൻ വിത്ത് ലിറ്റിഗേഷൻ റിലേറ്റിംഗ് ടു യൂട്ടിലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ് ഫോർ ബിസിനസ് എന്ന് പറഞ്ഞാൽ, ഒരു ക്യാപിറ്റൽ അസറ്റ് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിയമ നടപടികളൊക്കെ വരികയാണെങ്കിൽ, അപ്പോൾ അതിലേക്ക് നമ്മൾ എന്തെങ്കിലും എക്സ്പെൻസൊക്കെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതും എന്താണ്, അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് പരിഗണിക്കാൻ പറ്റും. ഓക്കെ. എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ ഫിറ്റിംഗ് ന്യൂ വിൻഡോസ് ടു ദി ഫാക്ടറി ബിൽഡിംഗ്. ഒരു ഫാക്ടറി ബിൽഡിങ്ങിന് പുതിയ വിൻഡോ ഒക്കെ സ്ഥാപിക്കുകയാണ്, അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ ഇറക്റ്റിംഗ് ടെമ്പററി സ്ട്രക്ചർ. നമ്മളിതിലെ സ്ട്രക്ചറിലൊക്കെ ഒരു മാറ്റം വരുത്തുകയാണ്. അപ്പോൾ നമ്മളിത് 2 നിലയുള്ള ബിൽഡിംഗ്, അതിൻ്റെ മുകളിലേക്ക് ഒരു നിലയും കൂടി നമ്മൾ എടുത്തു, അപ്പോൾ സ്ട്രക്ചറിൽ മാറ്റം വരും. അപ്പോൾ ഇത്തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകളൊക്കെ എന്താണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ടാണ് പരിഗണിക്കുക. ദി പ്രൈസ് പെയ്ഡ് ഫോർ ദി പർച്ചേസ് ഓഫ് കോപ്പിറൈറ്റ് പർച്ചേസ് ചെയ്യുന്ന പ്രൈസ്. എമൗണ്ട് പെയ്ഡ് ടു അക്വയർ മാനുഫാക്ചറിങ് ടെക്നിക്, ഡ്രോയിങ് ആൻഡ് മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ. അപ്പോൾ ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് എഴുതിയിടുക ഒന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് കേട്ടോ. പ്രൈസ് പെയ്ഡ് ഫോർ ദി പർച്ചേസ് ഓഫ് പാർട്ട്നേഴ്സിൻ്റെ ഷെയർ പർച്ചേസ് ചെയ്യാണ്, അതിന് അവർക്ക് കൊടുക്കുന്ന എമൗണ്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ടാണ് ട്രീറ്റ് ചെയ്യുക.
പേയ്മെൻറ്റ് മെയ്ഡ് ഫോർ ദി അക്വിസിഷൻ ഓഫ് ഗുഡ് വിൽ. ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗുഡ് വിൽ. ഒരു ഇൻറ്റാഞ്ചിബിൾ അസറ്റാണ് സാധാരണ ഗുഡ് വില്ലൊക്കെ നമ്മൾ പറയാറ് അല്ലേ. ഇറ്റ് കനോട്ട് ബി ടച്ച് അല്ലേ, കനോട്ട് സീ, ഇങ്ങനെ നമ്മൾ കാണാൻ പറ്റൂല, തൊടാൻ പറ്റൂല അല്ലേ, സ്മെല്ല് ചെയ്യാൻ പറ്റൂല. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും എന്താണ്, ഇതെന്താണ്, ഇറ്റ് ഈസ് നെസസറി ടു റൺ ദി ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ ഇത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനം പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുഡ് വിൽ അടക്കണ് പർച്ചേസ് ചെയ്യുക, അതും കൂടി കൂട്ടിയിട്ട് വില ഇട്ടിട്ടാണ് നമ്മൾ വാങ്ങുക. അപ്പോൾ ആ ഗുഡ് വില്ലിന് ഒരു വില ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഗുഡ് വില്ലിന് കൊടുത്തിട്ടുള്ള വിലയും എന്താണ്, അതും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ഇനി അതുപോലെ തന്നെ കുറച്ച് റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. പേയ്മെൻറ്റ് മെയ്ഡ് ഫോർ യൂസ് ഓഫ് ട്രേഡ് മാർക്ക് ആൻഡ് പാറ്റൻറ്റ്. നമ്മൾ പാറ്റൻറ്റും ട്രേഡ് മാർക്കൊക്കെ യൂസ് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റ്. ഓക്കെ, ഇതെന്താണ്, റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ദി ക്യാപിറ്റൽ അസറ്റ് ഓഫ് ദി ബിസിനസ്. ബിസിനസ് അസറ്റിൻ്റെ അല്ലെങ്കിൽ ബിസിനസ് അസറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ചിലവ്. ഇപ്പോൾ ഇൻഷുറൻസ് ഒക്കെ പറയുന്നത് ഇത്തരത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ഫൈൻഡിങ് ഔട്ട് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻസ്. ഓക്കെ, then the amount of rebate to customers in accordance with the normal business practice. അപ്പോൾ ബിസിനസ്സിൽ നമ്മൾ ചിലപ്പോൾ എന്താണ്, റിബേറ്റ്, കിഴിവുകൾ, ഡിസ്കൗണ്ട്, റിബേറ്റ് എന്നൊക്കെ പറയില്ലേ അല്ലേ, അതൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന് വരുന്ന ചിലവുകൾ. എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ റൈസിങ് ലോൺ സച്ച് ആസ് സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ഫീ. അപ്പോൾ നമ്മൾ ലോണൊക്കെ എടുക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ഫീ, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ എക്സ്പെൻസൊക്കെ വരും. അതൊക്കെ റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് ട്രീറ്റ് ചെയ്യാം. എനി ടാക്സ് ഇമ്പോസ്ഡ് ബൈ ദി ലോക്കൽ അതോറിറ്റി ഫോർ ബിസിനസ്. ഇപ്പോൾ ബിസിനസ്സിന് ഏതെങ്കിലും ലോക്കൽ അതോറിറ്റി, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ഇത്തരത്തിലുള്ള ലോക്കൽ അതോറിറ്റീസൊക്കെ എന്താണ്, എന്തെങ്കിലും ടാക്സൊക്കെ ചാർജ് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് അവർക്ക് ടാക്സ് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ എന്താണ്, റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ മെയിൻറ്റെയിനിങ് എ ഓഫീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അപ്പോൾ നമ്മളെന്താണ്, ഒരു ഓഫീസ് ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് എക്സ്പെൻഡിച്ചറൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ടുള്ള സംഭവമാണ് ഓഫീസ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന എക്സ്പെൻസൊക്കെ എന്താണ്, റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് പരിഗണിക്കാം. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ വരാം എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. സ്റ്റേറ്റ് ഗിവിംഗ് റീസൺ വെദർ ദി ഫോളോയിങ് ആർ ക്യാപിറ്റൽ ഓർ റവന്യൂ റെസിപ്റ്റ്സ് ഓർ എക്സ്പെൻഡിച്ചർ. താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ട്രാൻസാക്ഷൻസ്. അത് റവന്യൂ നാച്ചുറാണോ, ക്യാപിറ്റൽ നാച്ചുറാണോ, അതായത് റവന്യൂ റെസിപ്റ്റാണോ, റവന്യൂ എക്സ്പെൻഡിച്ചറാണോ, ക്യാപിറ്റൽ റെസിപ്റ്റാണോ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണോ, ഈ 4 ഗണത്തിൽ പെടാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഇങ്ങോട്ട് വരുന്നതൊക്കെ എന്താണ്, റെസിപ്റ്റ് ആയിരിക്കും, പോകുന്നതൊക്കെ എക്സ്പെൻഡിച്ചർ ആയിരിക്കും. ഓക്കെ, അത് വരുന്നത് ക്യാപിറ്റലാണോ റവന്യൂ സ്വഭാവമുള്ളതാണോ നോക്കണം. പോകുന്നതും ഇതുപോലെ തന്നെ ഏത് കാറ്റഗറിയിൽ പെട്ടാണെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. ഡിവിഡൻഡ് ആൻഡ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് ₹10,000. ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ് ഇതൊക്കെ കിട്ടി, ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടിയതാണ്. എത്ര റുപ്യുണ്ട്, 10,000. ഇത് എന്താണെന്ന് എനിക്ക് വരിക, റെസിപ്റ്റാണോ, ഉറപ്പാണ്. ഏത് റെസിപ്റ്റാണ്, ക്യാപിറ്റൽ റെസിപ്റ്റാണോ, റവന്യൂ റെസിപ്റ്റാണോ? നമുക്കറിയാം ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയുന്നത്, ഡിവിഡൻഡ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഏത് നാച്ചുറാണ്, റവന്യൂ നാച്ചുറാണ്. അപ്പോൾ അതെന്ത് വരും, റവന്യൂ റെസിപ്റ്റ് വരും. സെയിൽസ് ടാക്സ് കളക്റ്റഡ് ഫ്രം ബയേഴ്സ് 4,600. സെയിൽസ് ടാക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ചെറിയ രീതിയിലുള്ള ടാക്സ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യണമെങ്കിൽ അതൊക്കെ എന്താണ്, റവന്യൂ റെസിപ്റ്റാണ്. ഇങ്ങോട്ട് വരുന്നതാണ് റെസിപ്റ്റാണ്, റവന്യൂ റെസിപ്റ്റാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ സെയിൽസ് ടാക്സ് എന്നൊക്കെ പറയുമ്പോൾ സാധാരണഗതിയിൽ ഈ ടാക്സൊക്കെ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ചിലപ്പം ഫേം കളക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവർ പിന്നീട് എന്ത് ചെയ്യും, അതെന്താണ്, ഗവൺമെൻറ്റിന് എന്താണ്, അത് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ അവർ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുമ്പോൾ അത് അവരെ സംബന്ധിച്ച് റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് മാറും. അതുവരെ റവന്യൂ റെസിപ്റ്റാണ്, അടയ്ക്കുന്ന സമയത്ത് അതെന്തായി മാറി,
റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് മാറും. ഓക്കെ, അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അത് പോവുകയാണോ വരികയാണോ എന്നൊക്കെ ശ്രദ്ധിക്കണം. ദെൻ തേർഡ്, മണി റിസീവ്ഡ് ബൈ ടയർ മാനുഫാക്ചറിങ് കമ്പനി ഫോർ സെയിൽ ഓഫ് ടെക്നിക്കൽ നോ ഹൗ റിഗാർഡിംഗ് മാനുഫാക്ചർ ഓഫ് ടയേഴ്സ്. ഇവിടെ തന്നെ പറയുന്നുണ്ട് സെയിൽ ഓഫ് ടെക്നിക്കൽ നോ ഹൗ. അപ്പോൾ തന്നെ നമുക്ക് ഉറപ്പാണ് അല്ലേ, അത് സെയിൽ ചെയ്യാണ്. അപ്പോൾ കിട്ടുന്ന വരുമാനമാണ്, എമൗണ്ട് ഒന്നും തന്നിട്ടില്ല, അത് വരുമാനമാണ്. അപ്പോൾ അത് റെസിപ്റ്റാണ്. എന്ത് സ്വഭാവമാണ്? ക്യാപിറ്റൽ സ്വഭാവമാണ്, ക്യാപിറ്റൽ റെസിപ്റ്റ്. ഓക്കെ. ബാഡ് ഡെബ്റ്റ്സ് റിട്ടൺ ഓഫ്. ദി ബാഡ് ഡെബ്റ്റ്സ് വെർ ഒക്കേർഡ് ഇൻ റെസ്പെക്ട് ഓഫ് ലോൺ അഡ്വാൻസ്ഡ് ടു കസ്റ്റമേഴ്സ് ആൻഡ് റിട്ടൺ ഓഫ്. അപ്പോൾ ബാഡ് ഡെബ്റ്റ്സ് എഴുതി തള്ളുക എന്നുള്ളതാണ്. ബാഡ് ഡെബ്റ്റ്സ് എഴുതി തള്ളുക. ഇപ്പോൾ നമ്മൾ സ്ഥാപനം എന്താണ്, കുറേ ആളുകളുടെ കയ്യിൽ നിന്ന് നമുക്ക് പണം കിട്ടാണ്ട്, അപ്പോൾ അതിന് കുറച്ച് ആളുകളുടെ കയ്യിൽ നിന്ന് ചിലപ്പം കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മളെങ്ങനെയാണ് അത് ബാഡ് ഡെബ്റ്റ്സ് എന്നുള്ള രീതിയിൽ എഴുതി തള്ളുകയാണ്. അങ്ങനെ നമ്മൾ ബാഡ് ഡെബ്റ്റ്സ് എഴുതി തള്ളിയിട്ടുണ്ടെങ്കിൽ അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല? അത് റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും ടാക്സിന്. ഇതെന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ടാണ് ട്രീറ്റ് ചെയ്യുള്ളൂ. ഓക്കെ. അപ്പോൾ ബാഡ് ഡെബ്റ്റ്സ് റൈറ്റ് ഓഫ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അത് എഴുതി തള്ളുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. പക്ഷേ അതേസമയം ഇതൊരു ബാങ്കാണ് ചെയ്യണിരിക്കുക, നമ്മുടെ സ്ഥാപനമല്ല. പകരം ഒരു ബാങ്കാണ് ഈ ഒരു പരിപാടി ചെയ്യണിരിക്കുക. ഇത് ബാങ്ക് ഡെപ്റ്റ് ഈസ് റൈറ്റ് ഓഫ് ബൈ എ ബാങ്കിങ് കമ്പനി. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? അത് റവന്യൂ ലോസ് ആയിട്ടാണ് പരിഗണിക്കുക. ഓക്കെ. ദെൻ എമൗണ്ട് സ്പെൻഡ് ഓൺ റീകണ്ടീഷനിങ് ഇൻ പെർഫെക്റ്റ് മെഷീനറി പർച്ചേസ്ഡ്. എന്തായിരിക്കും? അഞ്ചാമത്തത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് അല്ലേ. എമൗണ്ട് സ്പെൻഡ് പറഞ്ഞാൽ ചിലവാക്കാണ്. ഒരു ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള മെഷീനറി ഉണ്ടായിരുന്നു, അതിന് ചിലവാക്കിയ പണമാണ്. അത് ഒന്നുകൂടി കണ്ടീഷൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത എമൗണ്ടാണ്. അപ്പോൾ അതെന്താണ്? എക്സ്പെൻഡിച്ചറാണ്. അത് ക്യാപിറ്റൽ നാച്ചുറാണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നെക്സ്റ്റ്, പ്രീമിയം ഓൺ ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർ. ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം നമ്മൾ പറഞ്ഞു, അതെന്താണ്? ക്യാപിറ്റൽ റെസിപ്റ്റാണ്. ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വരുമാനമാണ്, പൈസ വരികയാണ് അല്ലേ. അപ്പോൾ അത് റെസിപ്റ്റാണ്. പക്ഷേ അതെന്ത് റെസിപ്റ്റാണ്? ക്യാപിറ്റൽ റെസിപ്റ്റാണ്. ആന്വിറ്റി എന്ന് പറയുന്നത് റെസിപ്റ്റാണ്, റവന്യൂ റെസിപ്റ്റിൽ വരും, റവന്യൂ റെസിപ്റ്റ്. ഓക്കെ. നെക്സ്റ്റ്, അൺക്ലെയിംഡ് ഡിവിഡൻഡ്. അൺക്ലെയിംഡ് ഡിവിഡൻഡ് എന്ന് പറയുന്ന സംഭവം എന്താണ്? ക്ലെയിം ചെയ്യാത്ത ഡിവിഡൻഡ്. അതിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ബിസിനസ്സിൻ്റെ ഒരു പ്രോഫിറ്റായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. ഇറ്റ് ഈസ് നോട്ട് എ റവന്യൂ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ പ്രോഫിറ്റ് ഓഫ് ബിസിനസ്. അതെന്താണ്? അതൊരു ക്യാപിറ്റൽ റെസിപ്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാം, റവന്യൂ റെസിപ്റ്റായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ അൺക്ലെയിംഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞ സംഭവം എന്താണ്? ക്യാപിറ്റൽ റെസിപ്റ്റാണ്. ക്ലെയിം ചെയ്യാത്ത ഡിവിഡൻഡ് യഥാർത്ഥത്തിൽ നമ്മൾ കൊടുക്കേണ്ടിയിരുന്നു അല്ലേ, പക്ഷേ അത് ക്ലെയിം ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മളെ കയ്യിലേക്ക് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അത് റെസിപ്റ്റായിട്ട് നമുക്ക് പരിഗണിക്കാം, അത് ക്യാപിറ്റൽ റെസിപ്റ്റായിട്ടാണ് പരിഗണിക്കേണ്ടത്. ഓക്കെ. ബോണസ് ഷെയർസ് റിസീവ്ഡ് ബൈ ഡീലർ ഓഫ് ഷെയർസ്. ഇവിടെ ഈ സൊല്യൂഷൻ എന്നുള്ളത് വിട്ടി കേട്ടോ, അതറിയാതെ വന്നതാണ്. ബോണസ് ഷെയർസ് റിസീവ്ഡ് ബൈ ഡീലർ ഓഫ് ഷെയർസ്. അതെന്തായിരിക്കും? ബോണസ് ഷെയർസ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ റെസിപ്റ്റാണ്. എന്ത് റെസിപ്റ്റാണ്? അത് റവന്യൂ റെസിപ്റ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുക, റവന്യൂ റെസിപ്റ്റ്. ഓക്കെ. ഡേ ഫുള്ളി പെയ്ഡ് ആയിട്ടുള്ള ഷെയർ ഫ്രീ ആയിട്ട് ആർക്ക് കൊടുക്കുകയാണ്? എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഷെയറിനെയാണ് ബോണസ് ഷെയർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് റിസീവ് ചെയ്യുക എന്ന് പറയുമ്പോൾ, ഡീലർ റിസീവ് ചെയ്യുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചത് എന്താണ്? അതൊരു റെസിപ്റ്റാണ്. അത് ഏത് കാറ്റഗറിയിൽ പെടുത്തണം എന്ന് പറഞ്ഞത്? അദ്ദേഹം റവന്യൂ റെസിപ്റ്റായിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ. സോ അതിൻ്റെ ആൻസർ ഇതാ കറക്റ്റായിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ദെൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസം എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഒരു 2-3 പോയിൻ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ഇൻകേർഡ് ഇൻ അക്വയറിങ് ഓർ എക്സ്റ്റെൻഡിങ് ഓർ ഇംപ്രൂവിങ് ഫിക്സഡ് അസറ്റ്. അപ്പോൾ അത് ലോങ് ടേം നാച്ചുറായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇറ്റ് ഈസ് ഇൻകേർഡ് ഇൻ ദി നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് ആസ് എ റുട്ടീൻ ബിസിനസ് എക്സ്പെൻഡിച്ചർ. അതാണ് റവന്യൂവിൻ്റെ പ്രത്യേകത. ഓക്കെ. ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു.
സെക്കൻഡ് പോയിന്റ്, ഇറ്റ് പ്രൊഡ്യൂസസ് ബെനിഫിറ്റ് ഫോർ സെവറൽ പ്രീവിയസ് ഇയർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ പ്രത്യേകത അതാണ്. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങളിൽ അങ്ങനെ നിൽക്കും അല്ലേ. ഒരു മെഷീനറി നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് ഒരുപാട് വർഷങ്ങൾ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ആ എക്സ്പെൻസ് നമ്മളവിടെ ഇറക്കുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ഒരുപാട് വർഷങ്ങളിലൂടെയാണ് നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതാണ് സെവറൽ പ്രീവിയസ് ഇയേഴ്സ് ബെനിഫിറ്റ് കിട്ടുന്നതെന്ന് പറഞ്ഞത്. എന്നാൽ റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് കൺസ്യൂംഡ് വിത്തിൻ എ പ്രീവിയസ് ഇയർ. അതത് വർഷം കൺസ്യൂം ചെയ്യുന്നതാണ്. ഇപ്പോൾ റെൻറ്റ് പെയ്ഡ്, ആ വർഷം കഴിഞ്ഞു, പിന്നെ അടുത്ത വർഷത്തിന് വീണ്ടും എന്താണ് റെൻറ്റ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഓരോ മാസത്തിൽ നമ്മൾ റെൻറ്റ് കൊടുക്കുകയാണ് അല്ലേ, അല്ലെങ്കിൽ സാലറി കൊടുക്കുന്നതായിക്കോട്ടെ, കമ്മീഷൻ കൊടുക്കുന്നതായിക്കോട്ടെ, അതൊക്കെ എന്താണ് ഇറ്റ് ഈസ് കൺസ്യൂംഡ് വിത്തിൻ എ പ്രീവിയസ് ഇയർ, അല്ലെങ്കിൽ ആ ഒരു സമയം കഴിഞ്ഞാൽ അത് തീരുന്നു. ദെൻ തേർഡ് പോയിന്റ്, ഇറ്റ് മേക്സ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഏണിംഗ് കപ്പാസിറ്റി ഓഫ് എ ബിസിനസ്. ഇത് ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഏണിംഗ് കപ്പാസിറ്റി അത് ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നൊക്കെ പറയുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിട്ട് മെയിൻറ്റെയിൻ ദി പ്രോഫിറ്റ് മേക്കിംഗ് കപ്പാസിറ്റി ഓഫ് എ ബിസിനസ്സാണ്. ഓക്കെ, ദെൻ മറ്റൊരു പോയിന്റ്, ഇറ്റ് ഈസ് എ നോൺ റെക്കറിങ് എക്സ്പെൻഡിച്ചർ. നമ്മൾ പറഞ്ഞു അത് നോൺ റെക്കറിങ് ആണ്, ആവർത്തിക്കൂല അല്ലെ, കണ്ടിന്യൂസ് ആയിട്ട് ബന്ധപ്പെട്ടതല്ല. മെഷീനറി വാങ്ങുക എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെഷീനറി വാങ്ങില്ല. എന്നാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ഇപ്പോൾ റെൻറ്റ് കൊടുക്കുകയാണ്, മാസം കൊടുക്കുകയാണ്, അതങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സാലറി കൊടുക്കുക, മാസം സാലറി കൊടുക്കണം അല്ലേ. സോ ഇറ്റ് ഈസ് റെക്കറിങ് എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ റെക്കറിങ് ആണ്. സോ ദിസ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എന്ന് പറയുന്ന സംഭവം മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഒന്നെങ്കിൽ ഡിഫറൻഷിയേറ്റ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ കുറച്ച് ട്രാൻസാക്ഷൻ തന്നിട്ട് അതിൻ്റെ സ്വഭാവം എന്താണ് പറയാൻ വേണ്ടി ചോദിക്കും. ഓക്കെ, അപ്പോൾ അത് വൃത്തിയായിട്ടൊന്ന് നോക്കണം ഈ ഒരു ഏരിയ. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ഓക്കെ, ബൈ.